ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. റിച്ചർഡ് ബക്കിൻ്റെ സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ കാസറ്റുണ്ട്, ഒരു നോവലുണ്ട്. അതിൻ്റെ പേരാണ് ജോനത്താൻ ലിവിങ്സ്റ്റൺ സീഗൾ. ഒരു കടൽക്കാക്കയെക്കുറിച്ചുള്ള കഥയാണ്. വ്യത്യസ്തമായി ചിന്തിക്കുന്ന കടൽക്കാക്ക. സാധാരണ കടൽക്കാക്ക ഉയരത്തിൽ പറക്കാറില്ല. അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, നമ്മുടെ പാരമ്പര്യത്തിൽ പറഞ്ഞിട്ടില്ല, ഇത് തെറ്റാണ്. അങ്ങനെ അവനെ പലരും വെറുത്തെങ്കിലും അവനൊറ്റ ചിന്തയുള്ളൂ, പറന്ന് ഉയരങ്ങളിലേക്ക് പോകണം. അങ്ങനെ പറക്കുന്നു, വീഴുന്നു, പറക്കുന്നു, വീഴുന്നു. അവനൊരു സ്ഥലത്തെത്തി. അവിടെ മറ്റൊരു പക്ഷിയെ കണ്ടെത്തുന്നു. അതൊരു മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ്. പരിശീലിപ്പിക്കുന്നു. അങ്ങനെ സ്വന്തം ചിറകിൽ പറക്കാറാവുമ്പോൾ അവൻ താഴേക്ക് വരുന്നു. അപ്പോൾ മറ്റു കടൽക്കാക്കൾ പറഞ്ഞു, അവൻ ഒരു ഡെവിളാണ്, അവന് ഔട്ട്കാസ്റ്റാണ്, അവനെ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കാൻ പോകരുത്. പക്ഷേ 12 പേര് അവൻ്റെ പിന്നാലെ വരുന്നു. അവരെ ചേർത്ത് നിർത്തി പരിശീലിപ്പിക്കുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നമ്മുടെ കുലത്തെ, സമൂഹത്തെ വെറുക്കരുത്, അവരെ സ്നേഹിക്കണം. അങ്ങനെ അവരെ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ച് ഒടുവിൽ സ്വന്തം ചിറകിൽ പറക്കാറായി കഴിഞ്ഞപ്പോൾ ജോനത്താൻ അവരോട് പറഞ്ഞു, എനിക്ക് പോകാൻ സമയമായി. അങ്ങനെ പറന്ന് ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ വായിക്കുമ്പോൾ, കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഈശോയെക്കുറിച്ചുള്ള ഒരു നോവലാണ്, ഒരു വീഡിയോയാണ്. അത് നമ്മുടെ ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, ആരാലും അറിയപ്പെടാതെ ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു. 3 വർഷം മാത്രം ജീവിച്ചു. 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല, പരസ്പരം സ്നേഹിക്കുവാൻ, സുവിശേഷമാകാനും സുവിശേഷമേകാനും ഈശോ പഠിപ്പിച്ചു. ഈശോ പ്രത്യേകിച്ച് അവരെ പഠിപ്പിച്ച തത്വങ്ങൾ, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 15:12. ലൂക്ക 6:31 പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പ്രവർത്തിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്രകാരം പ്രവർത്തിക്കുവിൻ. ഫിലിപ്പിയർ 2:2-3. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് അംഗീകരിക്കുവിൻ. ഈശോ പഠിപ്പിച്ചു. ഈശോ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, വഴിയൊരുക്കാൻ പോവുകയാണ്, വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, നിങ്ങൾക്ക് വഴിയറിയാം. അപ്പോൾ തോമാസ് ലീഹ പറഞ്ഞു, ഇല്ല, വഴിയറിയില്ല. അപ്പോൾ ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 14:6 പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ വഴിയിലൂടെ, യേശുവിൻ്റെ സത്യത്തിലൂടെ ചരിച്ചാൽ സ്വർഗം പുൽകാൻ സാധിക്കും. അപ്പോൾ അവസാനം ഈശോ സുവിശേഷത്തിൽ മത്തായി 20 പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. എന്ന് വെച്ചാൽ എല്ലാവരെയും പിടിച്ച് മാമോദീസം വെക്കുവാനുമല്ല, തെരുവിൽ നടന്ന് പ്രസംഗിക്കുവാനല്ല, ജീവിതം പ്രഘോഷണമാകണം. അസീസി പുണ്യാളച്ചൻ പറഞ്ഞേക്കുന്ന വാക്കുകൾ നമുക്കറിയാം. ആവശ്യമെങ്കിലും മാത്രം പ്രസംഗിച്ചാൽ മതി, ജീവിതം സുവിശേഷമായിട്ട് മാറണം. അതാണ് സഭയുടെ ചരിത്രം. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ 60-ാം വാക്യത്തിൽ നമുക്കറിയാം, എസ്തപ്പാനോസ് പ്രാർത്ഥിക്കുന്നു, ഘാതകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മൾ മരിയപുരത്തിൻ്റെ ചരിത്രം അറിയാം. മരിക്കുന്നതിന് മുൻപ് ഘാതകനോട് ക്ഷമിക്കുന്നു. ആ വ്യക്തി ഇന്ന് വാഴ്ത്തപ്പെട്ടവനായിട്ട് മാറുകയാണ്. ജോൺ പോൾ സെക്കൻഡ് 1981 മെയ് 13 വെടിയേറ്റ ജോൺ പോൾ സെക്കൻഡ് പിന്നീട് ജയിലിൽ പോയ മുഹമ്മദ് അലി അക്കയെ കെട്ടിപ്പുണർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും എഴുതിയില്ലേ, പാപിയെ തേടി വന്നവൻ്റെ പിൻഗാമി. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ, ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഹെൻറി 8-ാമൻ ചക്രവർത്തി 20 വർഷത്തോളം സ്വന്തം ഭാര്യ കാതറിനോടൊപ്പം ജീവിച്ചിട്ട് അവളുടെ ദാസിയായ അനീബാളിനെ കല്യാണം കഴിക്കുമ്പോൾ അത് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ദാമ്പത്യ ജീവിത വിശ്വസ്തതയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന തോമസ് മൂർ ഒരു വലിയൊരു സുവിശേഷമല്ലേ. വീണ്ടും നമുക്ക് ചരിത്രത്തിലൂടെ പോകുമ്പോൾ റാണി മരിയ സിസ്റ്റർ, അതിദാരുണമായി കൊല്ലപ്പെട്ട റാണി സിസ്റ്ററിൻ്റെ ഘാതകൻ സമന്തർ സിംഗ് ജയിലിൽ കിടക്കുമ്പോൾ സിസ്റ്ററിൻ്റെ അനുജത്തി റവറൻ സിസ്റ്റർ സെൽമി പോളും അപ്പനും കൂടി ചെന്ന് അവൻ്റെ കയ്യിൽ രാഖി കെട്ടി കൊടുത്തത് നമുക്കറിയാം. അവൻ്റെ സ്വന്തം സഹോദരനായി, ചേച്ചിയെ കൊന്നവനെ ഘാതകനായി സ്വീകരിച്ചു. തീർന്നില്ല, അവൻ നാട്ടിൽ വന്നപ്പോൾ അമ്മ ഓടിച്ചെന്ന് അവൻ്റെ കൈ ചുംബിച്ചതും നമുക്ക് അറിയാൻ സാധിക്കും. ഗ്രഹാം സ്റ്റെയിൻസിനെ ഓർമ്മയില്ലേ, ചുട്ടുകരിച്ചു കളഞ്ഞു. അമ്പലത്തിൽ ഉത്സവത്തിന് പോയതാണ്, എന്നിട്ട് ചുട്ടുകരിച്ച് ഗ്രഹാം സ്റ്റെയിൻസിനെ 2 മക്കളെയും ചുട്ടുകരിച്ചപ്പോൾ ഭാര്യയും മകളും ഗ്ലാഡിസും എസ്തർ എന്താ പറഞ്ഞു, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, 41 വർഷം സുവിശേഷ വേല ചെയ്തു, രക്തസാക്ഷിയെ ഒരു സുവിശേഷമായിട്ട് മാറി. ബിഷപ്പ് റൊമേരോ നമുക്കറിയാം, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറി ബലിയർപ്പിക്കുമ്പോൾ വെടിയേറ്റ് മരിച്ച വ്യക്തിയെ അറിയാം. ഇനി ഇറ്റാലിയൻ ജിയാന ബെറേറ്റയെ അറിയാം, ശിശുരോഗ വിദഗ്ധയാണ്. തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് കുഞ്ഞിനെ രക്ഷിച്ച ആ വ്യക്തിയെ ഇന്ന് വിശുദ്ധ ജിയാനയെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് കടന്നു പോകുമ്പോൾ കാർലോ അക്വിറ്റീസ് 15 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ.
ദിവ്യകാരുണ്യത്തിൻ്റെ വലിയൊരു മധ്യസ്ഥനായിട്ട് മാറിയില്ലേ? കെട്ടിപ്പിടിക്കാൻ ഒരു സക്രാരിയും പൊട്ടിക്കരയാൻ ഒരു കുമ്പസാരക്കൂടും ഉണ്ടെങ്കിൽ ആർക്കും വിശുദ്ധനാവാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആരെയും മാമോദീസയൊന്നും മുക്കണ്ട, മറിച്ച് നമ്മൾ സ്നേഹത്തിൽ മുക്കണം, കരുണയിൽ മുക്കണം, കരുതലിൽ മുക്കണം, അവരെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കണം. നമുക്ക് സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ചേട്ടാ സുഖമാണോ, ചേച്ചി സുഖമാണോ, അപ്പച്ച സുഖമാണോ, ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. അവർ പുഞ്ചിരി നമുക്ക് വലിയൊരു സൗഖ്യമായിട്ട് മാറും. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, യു സ്മൈൽ ആൻഡ് യുവർ സ്മൈൽ വിൽ ഗോ മൈൽസ് ആൻഡ് മേക്ക് അതേഴ്സ് ടു സ്മൈൽ. അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷത്തിൻ്റെ പുഞ്ചിരിയുടെ സുവിശേഷമായി തീരാൻ സാധിക്കും. അന്ത്യവിധിയും അങ്ങനെയല്ലേ? എനിക്ക് വിശന്നു ദാഹിച്ച് രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു. ഈ ചെറിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ സ്വർഗാരോഹണം ചെയ്യണമെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഈശോ കാണിച്ചു തന്ന ആ വഴിയിലൂടെ, വചനത്തിൻ്റെ വഴിയിലൂടെ, സത്യത്തിൻ്റെ പാതയിലൂടെ പോയാൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള ചെറിയ സന്ദേശം മനസ്സിൽ സൂക്ഷിച്ച് സ്വർഗം ലക്ഷ്യമാക്കി നമുക്ക് യാത്ര തുടരാം. എല്ലാവർക്കും നല്ലൊരു യാത്ര നേരുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹപൂർവ്വം, നെൽസൺ ജോബച്ചൻ.